സോ ഇന്ന് FA കപ്പ് സെമി ഫൈനലിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ ചെൽസി നേരിടാൻ ഒരുങ്ങുകയാണ്. സോ വെംബ്ലി സ്റ്റേഡിയമാണ്. വെംബ്ലി സ്റ്റേഡിയം ചെൽസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ലാസ്റ്റ് 5 ഫിക്സ്റ്റേഴ്സിൽ ചെൽസിക്ക് ഒരു മാച്ച് പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. 3 ലോസും 2 ഡ്രോയും ആണ് ചെൽസിയുടേത്. സോ 2 തവണ ഈ സീസണിൽ 2 തവണ ഇവർ തമ്മിൽ കളിച്ചപ്പോൾ പ്രീമിയർ ലീഗിൽ 2 ഡ്രോ വന്നു. അതിൽ ഒരെണ്ണം നമുക്കറിയാം, ഒരു ക്ലാസിക് 4-4 ആയിരുന്നു. അവിടെ 2 മാച്ചിന് ചെൽസി പ്രോബബ്ലി സിറ്റിനെ സർപ്രൈസ് ചെയ്തെന്നും പറയാം. 2 മാച്ചിന് ചെൽസിക്ക് കളി എടുക്കാനായിട്ടുള്ള ചാൻസും ഉണ്ടായിരുന്നു, ജയിക്കാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. അപ്പുറത്ത് സിറ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്നല്ല, ബട്ട് സിറ്റിയോടൊപ്പം പിടിച്ചു നിന്ന് ചെൽസി ഈ സീസണിൽ 2 ഫിക്സറും. അതിന് മുമ്പുള്ള 3 മാച്ചസിൽ അവർ തോൽവിയാണ് അഗൈൻസ്റ്റ് മാൻ സിറ്റിയുടെ റിസൾട്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, ഓൺ പേപ്പർ ഫേവറേറ്റ് മാഞ്ചസ്റ്റർ സിറ്റി. സോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ചെൽസി സൈഡും എസ്പെഷ്യലി മൗറിസിയോ പൊച്ചറ്റിനോയ്ക്കും പെപ് ഗോർഡിയോളയ്ക്ക് അഗൈൻസ്റ്റ് ഒരു അത്യാവശ്യം കൊള്ളാവുന്ന റെക്കോർഡുണ്ട് ഒന്നാമതായിട്ട്. രണ്ടാമത് ഈ സീസണിലെ 2 പെർഫോമൻസുകളും എസ്പെഷ്യലി അഗൈൻസ്റ്റ് ബിഗർ ഒപ്പോണൻസ് ഉള്ള ചെൽസിയുടെ പെർഫോമൻസ്, കൂടാതെ സിറ്റിക്ക് അഗൈൻസ്റ്റ് ഉള്ള 2 പെർഫോമൻസും അവർക്ക് കുറച്ച് പ്രതീക്ഷ കൊടുക്കുന്നതാണ്. ആൻഡ് പ്രോബബ്ലി എന്ത് മൂഡിലുള്ള സിറ്റിയാണ് വരുന്നതെന്നുള്ളതും ക്രൂഷ്യലായിരിക്കും. കാരണം നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിന് അഗൈൻസ്റ്റ് ഹോമിൽ എത്തിഹാളിൽ ഒരു 1-1 ഡ്രോ, ഷൂട്ടൗട്ടിൽ പോയി തോറ്റു. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസിലോട്ട് കടന്നില്ല, ക്വാർട്ടർ ഫൈനൽസ് വെച്ച് ഔട്ടായി. അതവരെന്തായാലും മെൻ്റലി അവർക്ക് അതൊരു ബ്ലോക്കായിട്ട് അവിടെ കാണും. പക്ഷേ നമുക്കറിയാം, ചില സിറ്റുവേഷൻസിൽ ഓക്കെ നമ്മൾ ഇതിൽ നിന്ന് ഔട്ടായി, ഇനി റിമൈനിങ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസിൽ നമുക്ക് എല്ലാ മാർജിനിലും അടിച്ച് ജയിക്കണം. സോ പ്രോബ്ലി മീഡിയയുടെ നടക്കാനായിട്ടും കൂടാതെ നമ്മുടെ സീസൺ സക്സസ്ഫുൾ ആക്കാനായിട്ടും ഇനിയുള്ള റിമൈനിങ് കോമ്പറ്റീഷൻ നമ്മൾ ഫുൾ മാക്സിമം ഫോഴ്സ് കളിക്കും. നമുക്കറിയാം സിറ്റിയുടെ പ്ലേയേഴ്സ് എല്ലാം നോക്കുന്നത് മാക്സിമം ഫോഴ്സിലായാലും മിക്ക ടീംസിനും അവരെ പിച്ച് കിട്ടാൻ പാടാണ്. സോ മേ ബി അവർ ആ ഒരു മെൻറ്റാലിറ്റിയിലാണോ ഇറങ്ങുന്നത്, അതോ ഒയ്യോ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഔട്ടായി ഇനി നമ്മൾ എന്ത് ചെയ്യും, FA കപ്പ്. നമുക്കറിയാം ആ ഒരു മെൻ്റലി ഏത് ഇതിലാണ് ഇറങ്ങുന്നത് നമുക്കറിയത്തില്ല. അവരെ പെപ് ഗോർഡിയോളയുടെ സൈഡാണ്. പെപ് ഗോർഡിയോള നമുക്കറിയാം എല്ലാ റിമൈനിങ് കോമ്പറ്റി ഇപ്പോൾ ഔട്ടായാലും, ഇപ്പോൾ ഇതിനു മുമ്പും സിറ്റി പലപ്പോഴും ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഔട്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ പ്രീമിയർ ലീഗിലാണ്, ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസിലാണ് പൂർവാധികം ശക്തിയോടെ തന്നെ വന്നിട്ട് കളിച്ച് തിരിച്ചടിച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ്. സോ അവരിത് കുറേ കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഐ തിങ്ക് മാഞ്ചസ്റ്റർ സിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഡൗൺ ഒന്നും ആയിരിക്കത്തില്ല. ഞങ്ങൾക്ക് FA കപ്പും പ്രീമിയർ ലീഗും, ഇനി അവശേഷിക്കുന്ന 2 കപ്പുകൾ ഏതാണ്, FA കപ്പും പ്രീമിയർ ലീഗും, അത് അറ്റ് ഓൾ കോസ്റ്റ് ഞങ്ങൾ അടിക്കും എന്നുള്ള വാശിയോടെ തന്നെയായിരിക്കും പെപ് ഗോർഡിയോളയും ടീം ഇറങ്ങുന്നത്. സോ ഐ തിങ്ക് പെപ് ഗോർഡിയോള ഈ ടീമിനെ കൂടുതൽ പ്രോബബ്ലി മെൻ്റലി ഒന്ന് ബൂസ്റ്റപ്പ് ആക്കുമായിരിക്കും. ചെൽസിയുടെ അപ്പുറത്തും നോക്കാനായിട്ടാണെങ്കിൽ ചെൽസിക്ക് അത്യാവശ്യം സിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവർ അവസാനം പ്രോബബ്ലി അവരുടെ സീസണിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് അഗൈൻസ്റ്റ് എവർട്ടൺ എടുത്തുകൊണ്ടാണ് വരുന്നത്. 6-0 എവർട്ടനെ തോൽപ്പിച്ചത്. എടുത്തു പറയേണ്ട കാര്യം കോൾ പാൾമറുടെ ഫോമാണ്. കോൾ പാൾമർ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. സിറ്റിയിൽ നിന്നും ഈ സീസണിൽ ഒരു 45 മില്യൺ പൗണ്ടിന് എത്തിയതിന് ശേഷം അന്യായ പെർഫോമൻസ് ആണ് 21 വയസ്സുകാരൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളി എവർട്ടൺ അഗൈൻസ്റ്റ് 4 ഗോൾ. ഇപ്പോൾ പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ടിൽ റേസിൽ ചെൽസിയുടെ ചെൽസീനെ താങ്ങി നിർത്തുന്നത്, ചെൽസി ആരിൽ അറൗണ്ട് ബിൽഡ് ചെയ്യുമെന്ന് വെച്ചാൽ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായി പാൾമർ മാറുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ആൻഡ് പാൾമർ അഗൈൻസ്റ്റ് ഫോർമർ സൈഡ് നല്ലപോലെ തന്നെ പെർഫോമൻസ് എടുക്കാനായിട്ട് തന്നെ ആയിരിക്കും ഡിറ്റർമൈൻഡ് ആയിട്ട് ഇറങ്ങുക. സോ അതൊരു കീ ബാറ്റിലായിരിക്കും പാൾമർ അഗൈൻസ്റ്റ് ഹിസ് ഓൾഡ് ടീമേറ്റ്സ്. അതുപോലെ തന്നെ പെപ് ഗോർഡിയോളയുടെ സൈഡിൽ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നത്തെ മാച്ചിൽ ആക്കെ, സ്റ്റോൺസ്, യൂലിയൻ അൽവാറസ്, ഡോക്കു, കോവസിച്ച് പോലുള്ള താരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ മത്തേഴ്സ് ന്യൂനസിനും റിക്കോ ലൂയിസിനെയും സ്റ്റാർട്ട് ചെയ്തേക്കാം. പുള്ളി സ്ക്വാഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമെന്നാണ് റൂമറുകൾ സൂചിപ്പിക്കുന്നത്. സോ മിക്കവാറും ഇന്ന് സ്റ്റോൺസും കോവസിച്ചും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് വളരെ ഹൈയാണ്. ആക്കെയും കംബാക്ക് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അൽവാറസിനെ ഹാളൻഡ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞ സ്ട്രോങ് റൂമേഴ്സാണ്. ആൻഡ് സിറ്റിക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നുമില്ല, എവരിബഡി ഈസ് അവൈലബിൾ. അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസിയിൽ എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ ഡിസാസിയും ഈ മാച്ചിൽ തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ആൻഡ് അവർ എസ്പെഷ്യലി എൻസോ ഫെർണാണ്ടസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്ന റൂമറുകൾ. ലാസ്റ്റ് മാച്ചിൽ അവരില്ലായിരുന്നു. ആൻഡ് അവർക്ക് കൂടാതെ ഇപ്പം ഇൽനസ് മാറി സ്റ്റെർലിങ്ങും നമ്മുടെ റോബർട്ട് സാഞ്ചസും തിരിച്ചു വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആൻഡ് പക്ഷേ കോൾവില്ലെ ഇപ്പം റീസ് ജെയിംസ് ട്രെയിനിങ് തുടങ്ങിയെങ്കിലും റീസ് ജെയിംസ് ഈസ് നോട്ട് അവൈലബിൾ. കോൾവിൽ ഇല്ല, ഉഗ്ഗു ചൊക്കമൊക്കെ ഇല്ല, പിന്നെ അങ്ങനെ കുറച്ച് താരങ്ങൾ ഇപ്പം ഒബ്വിയസ്ലി റൊമേലാവി ഇല്ല. സോ ഇവരെല്ലാം സ്റ്റിൽ ഔട്ടാണ്. സോ ചെൽസിക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് എൻസോ ഫെർണാണ്ടസ്, ഡിസാസി, സ്റ്റെർലിങ്, പിന്നെ സാഞ്ചസ് ഒക്കെ തിരിച്ചു വരുന്നത് ഒരു ബൂസ്റ്റ് തന്നെ ആയിരിക്കും. അത് നോക്കാം എന്താകുമെന്ന്. എന്തായാലും ഇന്നത്തെ മാച്ചിൽ കീ ആയിട്ടുള്ള പല ബാറ്റിൽസും ഉണ്ട്. സെമി ഫൈനൽസ് ആണ്. ഈ മാച്ചിൽ ജയിക്കുവാണെങ്കിൽ ഫൈനൽസിലോട്ട് കിടക്കാൻ. അപ്പുറത്ത് യുണൈറ്റഡ് കോവൻട്രി മാച്ചിൽ ആര് ജയിക്കുന്നോ പ്രോബ്ലി യുണൈറ്റഡിനാണ് അവിടെ സാധ്യത. യുണൈറ്റഡ് ആണ് ഇപ്പോൾ ആ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ യുണൈറ്റഡ് ആണ് അവിടെ ഉള്ളത്. സോ യുണൈറ്റഡ് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ വോട്ട് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ഈസിയറായ ഒരു ഫിക്സറൊക്കെ സെമി ഫൈനലിൽ കിട്ടത്തില്ല. സോ യുണൈറ്റഡ് ഫൈനലിൽ എത്തണം. ഒബ്വിയസ്ലി യുണൈറ്റഡിന് ചെൽസിനെ കിട്ടാനായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റി ആഗ്രഹം അല്ലേ. സോ
അത് ഉറപ്പാണ്. അല്ലെങ്കിൽ മാൻ സിറ്റി ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ലാസ്റ്റ് സീസൺ FA കപ്പ് ഫൈനൽ കണ്ടുപോലെ സിറ്റി വേഴ്സസ് യുണൈറ്റഡ് മാഞ്ചസ്റ്റർ ഡെർബി ഫൈനലിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വി മൈറ്റ് സി ചെൽസി വേഴ്സസ് മാൻ യുണൈറ്റഡ്. കോൺട്രി ഞാൻ തള്ളിക്കളയല്ല, ബട്ട് ഒബ്വിയസ്ലി ആലോചിക്കും മാൻ യുണൈറ്റഡ് ജയിക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചേ പറ്റും. കോൺട്രിക്കൊക്കെ അഗേൻസ്റ്റ് പോയി തോക്കാനായിട്ടാണ് യുണൈറ്റഡ് നാളെ ഇറങ്ങി കളിച്ച് നോക്കുവാണെങ്കിൽ ടെന്നാഗിൻ്റെ കാര്യം ഉറപ്പാണ്, സാക്കെന്നുള്ള കാര്യം ഉറപ്പാണ്. ഐ തിങ്ക് FA കപ്പ് ആയിരിക്കും പ്രോബബ്ലി ടെന്നാഗിൻ്റെ ഒരു പിടിവള്ളി ഇനി അവശേഷിക്കുന്ന ഇതിൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന മാച്ചിലോട്ട് വരികയാണെങ്കിൽ നമ്മളെ പല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇന്നത്തെ മാച്ച് യൂലിയൻ അൽവാറസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് റൂമറുകൾ കേൾക്കുന്നുണ്ട്. സോ എർലിംഗ് ഹാലൻഡിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് ഇൻ ബിഗ് മാച്ചസ് ഇപ്പം കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന പ്ലെയർ എന്താണ് ബിഗ് ഗെയിംസിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ കുറേ നാളായിട്ടുണ്ട്. പക്ഷേ എസ്പെഷ്യലി ലാസ്റ്റ് റയൽ മാഡ്രിഡ് മാച്ചിന് ശേഷം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസും കൂടാതെ പല പണ്ഡിറ്റ്സും പലരും എന്തുകൊണ്ട് അൽവാറസിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അൽവാറസിനെ സ്ഥാനത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നൊരു പേഴ്സണൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് മാച്ചിൽ ഇപ്പം അൽവാറസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് കൂടുതൽ ഫ്രീലി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബോൾ മൂവ് ചെയ്യാനായിട്ട് സാധിച്ചത് അതൊരു ഫാക്റ്റാണ്. പക്ഷേ ചെൽസിക്കൊക്കെ അഗേൻസ്റ്റ് സ്പെഷ്യലി തിയാഗോ സിൽവയും ചെറബോ ആരാണോ അറിയത്തില്ല, സെൻട്രൽ ബാക്ക് ഡുവേട്ട് ആരാണേലും അവർക്ക് അഗേൻസ്റ്റ് ആണെങ്കിലും ഇപ്പം എർലിംഗ് ഹാലൻഡ് പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്കൊരു തലവേദന ആയിരിക്കും, 100% തലവേദന ആയിരിക്കും. സോ അൽവാറസിനെ അവിടെ സ്റ്റാർട്ട് ചെയ്താൽ പ്രോബബ്ലി ബോൾ മൂവ് ചെയ്യാനായിട്ട് കൂടുതൽ ഈസിയർ ആവും, കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് അൽവാറസിന് സാധിക്കും. സോ ഈ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് പ്രൊഫൈൽസാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എഗെയിൻസ്റ്റ് ചെൽസി എനിക്ക് തോന്നുന്നു തിയാഗോ സിൽവ പോലത്തെയൊക്കെ പ്രസൻസ് അവിടെയാണ്, ചാലബോക്കെ പോലത്തെ പ്രസൻസ് ഉള്ളതിനാൽ മേ ബി ഒരു ബിഗ് ഗെയിമിൽ ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചസിൽ പ്രോബബ്ലി മീഡിയാസിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ടും പ്രോബബ്ലി ഹാലൻഡിനൊന്ന് പ്രൂവ് ചെയ്യാനായിട്ടും വി മൈറ്റ് സി ഹാലൻഡ് സ്റ്റാർട്ടിങ് ഓർ അൽവാറസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൽവാറസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് എന്ന് പറഞ്ഞ് മീഡിയാസ് റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഹാലൻഡ് ഇന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പം പെപ് ഗോർഡിയോളക്ക് ഒരു വെല്ലുവിളിയാണ് ഹാലൻഡിനെ എന്തുകൊണ്ട് ബിഗ് മാച്ചസ് പെർഫോം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. ഹാലൻഡിന് ഒരു അടിയായതുപോലെ തന്നെ പെപ് ഗോർഡിയോളയ്ക്ക് ഒരു അടിയാണ്. കാരണം ഒരു കോച്ചിൻ്റെ പെപ് ഗോർഡിയോള എന്ന് പറയുന്ന കോച്ചിനും അവിടെ ക്വസ്റ്റ്യൻ വരും. സോ അതിനകത്ത് തന്നെ ഹാലൻഡിനെ ഇന്ന് എങ്ങനെ വരും, ഇതൊരു ബിഗ് മാച്ചാണ്, ഡെഫിനറ്റ്ലി FA കപ്പ് സെമി ഫൈനൽസ് ബിഗ് മാച്ച്. ഇന്ന് മേ ബി ഹാലൻഡിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ്, ഹാലൻഡിൻ്റെ ഭാഗം 1-2 ഗോൾ അതായിരിക്കും പെപ് ഗോർഡിയോള പ്രതീക്ഷിക്കുക. എനിക്ക് തോന്നി ഹാലൻഡ് ഇസ് ഫിറ്റ് ടു സ്റ്റാർട്ട്. കഴിഞ്ഞ മാച്ചിൽ ഹാലൻഡ് സ്വയമേ ആവശ്യപ്പെട്ടു പിൻവലിക്കാനെന്നാണ് പെപ് പോസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഹാലൻഡും KDBയുടെ കാര്യം. സോ ഹാലൻഡ് ഫിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ ഐ തിങ്ക് പെപ് ഗോർഡിയോള കൂടുതൽ ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഹാലൻഡിനും പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ പെപ് ഗോർഡിയോളയ്ക്കും ഹേറ്റേഴ്സിന് മുമ്പിൽ പ്രൂവ് ചെയ്യണം എനിക്ക് ഹാലൻഡിനെ കൊണ്ട് ബിഗ് മാച്ചസ് പെർഫോം ചെയ്യിക്കാൻ പറ്റുന്നു. സോ അതിനകത്ത് തന്നെ മേ ബി ഈ അൽവാറസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ റൂമേഴ്സ് ഉണ്ടെങ്കിലും ഐ തിങ്ക് ഈ ഹാലൻഡ് ഫിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ ഹാലൻഡിനെ തന്നെ പെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇത് പെപ്പിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. സോ അതിനകത്ത് തന്നെ വി മൈറ്റ് സി ഹാലൻഡ് സ്റ്റാർട്ടിങ്. അപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പാൾമർ ഡെഫിനറ്റ് സ്റ്റാർട്ടർ. ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാഡുവെക്കെ നിക്കോളാസ് ജാക്സൺ നമുക്കറിയാം അവരുടെ ഒരു കോമ്പിനേഷൻ. നിക്കോളാസ് ജാക്സണും ഒബ്വിയസ് സ്റ്റാർട്ടർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഇപ്പം മുഡ്രിക്കിൻ്റെ കാര്യത്തിലാണ് കുറേ പേര് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം മുഡ്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യണോ അതോ ഇപ്പം മാഡുവെക്കിനെ ലെഫ്റ്റിലിടണോ, അല്ലെങ്കിൽ ഇപ്പം എടുത്ത് പറയാനായിട്ട് മേ ബി സ്റ്റെർലിംഗ് ഈസ് കമ്മിങ് ബാക്ക്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? സ്റ്റെർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യണം. ഐ തിങ്ക് സ്റ്റെർലിങ്ങിനെ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റെർലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തുകൊണ്ടും ബെറ്റർ മുഡ്രിക്കിനെ വെച്ച് തന്നെ തുടരുന്നതായിരിക്കും. സോ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെൽസി കൂടുതൽ മാറ്റം പ്രതീക്ഷിക്കും. മുഡ്രിക്കിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ശരിയാണ്. മുഡ്രിക്ക് ചില മോമെൻറ്റ്സിൽ പ്രോബ്ലി ഗെയിമിൽ ഒരു 5-6 മിനിറ്റ് അൺപ്ലേയബിൾ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ പിന്നീട് ആൾ ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ട് ആവാറുണ്ട്. സോ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മുഡ്രിക്കിൽ നിന്നും കാണുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മുഡ്രിക്കിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഷുഡ് ചെൽസി ലുക്ക് അറ്റ് അതർ ഓപ്ഷൻസ്? ഇപ്പം നമുക്കറിയാം ചെൽസിയുടെ ഓപ്ഷൻസിനൊരു കുറവുമില്ല, പക്ഷേ ആരും അങ്ങോട്ട് തിളങ്ങുന്നില്ല. പാൾമറിനെ ഹ്യൂജ്ലി ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ്. ആൻഡ് എൻസോ ഫെർണാണ്ടസ് കമ്മിങ് ബാക്ക്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എൻസോ ഫെർണാണ്ടസിൻ്റെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ അതോ എൻസോ ഫെർണാണ്ടസിനെ ബെഞ്ചിലിരുത്തിയിട്ട് എഗെയിൻസ്റ്റ് എവർട്ടൺ കളിച്ച പോലെ തന്നെ കളിക്കണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? പക്ഷേ എനിക്ക് തോന്നുന്നില്ല എൻസോ ഫെർണാണ്ടസ് പോലത്തെ ഒരു പ്ലെയറിനെ ചെൽസി ഇത്രയും ബിഗ് മാച്ച് എവർട്ടൺ അല്ല മാഞ്ചസ്റ്റർ സിറ്റി. സോ ഡെഫിനറ്റ്ലി ബോൾ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള നല്ല പാസ് ചെയ്യുന്ന അത്യാവശ്യം എനർജറ്റിക് ആയ പ്രോബ്ലി ചെൽസി മിഡ്ഫീൽഡിലെ മോസ്റ്റ് സ്കിൽഫുൾ പ്ലെയർ ഒബ്വിയസ്ലി എൻസോ ഫെർണാണ്ടസ് ആണ്. സോ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തില്ല, അതൊരു ഫാക്റ്റാണ്. സോ അതിനകത്ത് തന്നെ ഐ തിങ്ക് ഇന്നത്തെ മാച്ചിൽ എൻസോ ഫെർണാണ്ടസിനെ ബെഞ്ച് ചെയ്യുന്നത് സെൻസിബിൾ ആയിരിക്കത്തില്ല. ഐ തിങ്ക് എൻസോ ഫെർണാണ്ടസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത് എലോങ് വിത്ത് ഗാലഗറിൻ്റെ പെർഫോമൻസ് റീസെൻ്റ്ലി അടിപൊളിയാണ്. എസ്പെഷ്യലി ഗാലഗറൊക്കെ ലാസ്റ്റ് മാച്ചിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് ഓവറോൾ തോന്നുന്നത്? ചെൽസിയുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കണം, സിറ്റിയുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കണം? ഒബ്വിയസ്ലി ചെൽസിയിൽ കുറേ നല്ലപോലെ പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ
ഗുസ്തോയുടെ പെർഫോമൻസ് റിയലി ഇംപ്രസീവ് ആണ്. മാലോ ഗുസ്തോ പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് അലോങ് വിത്ത് പാൾമറിന് ശേഷം പ്രോബ്ലി സീസണിലെ ബെസ്റ്റ് പെർഫോമിംഗ് പ്ലെയർ ആണ് മാലോ ഗുസ്തോ. അടിപൊളി പെർഫോമൻസ് ആണ് ആൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ കുക്കറല്ല റീസെൻ്റ്ലി പെർഫോമൻസുകൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് കുക്കറല്ലയുടെ. പക്ഷേ ഇപ്പോഴും ചെൽസിയുടെ കാര്യത്തിൽ നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല. ഇന്നൊരു മാച്ച് തന്നെയായിട്ട് കളിച്ചാൽ അടുത്ത മാച്ച് മോശമായിട്ട് കളിക്കും. പക്ഷേ അഗെയിൻസ്റ്റ് ബിഗർ ഒപ്പോണൻസ് അവർ കുറച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്, അതാണ് ഒരു പ്രതീക്ഷ. ആൻഡ് എസ്പെഷ്യലി സിറ്റിക്ക് അഗെയിൻസ്റ്റ് ഈ സീസണിലുള്ള അവരുടെ പെർഫോമൻസുകളും അടിപൊളിയാണ്. സോ പക്ഷേ ഇന്നത്തെ മാച്ചിൽ പ്രോബബ്ലി സിറ്റി നമ്മൾ പറയത്തില്ല ഒരു പ്രതികാരാഹം എന്ന് പറയുന്നത് ശരിയല്ല, ഒരു മീഡിയാസിനെ ഷട്ടപ്പ് ചെയ്യാനായിട്ടും കൂടാതെ ഞങ്ങൾ ആ ഒരു മെൻ്റലി ബൂസ്റ്റ് ഞങ്ങൾ മെൻ്റലി ഇവിടെ തന്നെ ഉണ്ടടാ എന്നറിയിക്കാനായിട്ടും പ്രോബബ്ലി ഒരു 1.5 പെർഫോമൻസുമായിട്ടായിരിക്കും ഇറങ്ങുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ചെൽസി ടു കണ്ടെയ്ൻ സിറ്റി. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? വെംബ്ലി സ്റ്റേഡിയം ചെൽസിയുടെ റെക്കോർഡ് വെംബ്ലിയിൽ നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. മൈക്കിൾ ഒലിവറാണ് റെഫറി എന്ന് കേൾക്കുന്നു. സോ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് അനാവശ്യ കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ, പ്രോപ്പറായിട്ടൊരു ഗെയിം കാണാൻ സാധിക്കട്ടെ. ആൻഡ് ഫൈനലിൽ അപ്പുറത്ത് യുണൈറ്റഡ് കോൺട്രി ഇന്ന് ജയിക്കുന്നവരെ നേരിടും. സോ പ്രോബബ്ലി ഒരു നല്ല ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.